ഇടതുപക്ഷക്കാർ മതവിരുദ്ധരല്ലേ? നിങ്ങൾ മതങ്ങളെയെല്ലാം തള്ളിപ്പറയുകയല്ലേ? ഇതെല്ലാം പച്ചക്കള്ളമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ രണ്ടും ഒരുപോലെ പറയുന്നുണ്ട്, പാർട്ടിയിൽ അംഗത്വം കിട്ടാൻ മതവിശ്വാസം തടസ്സമല്ല, തടസ്സമേയല്ല. ഏത് മതവിശ്വാസിക്കും പാർട്ടികൾ ചേരാം. അത് വ്യക്തിപരമായ അവകാശമാണ്. അതിന് പാർട്ടിയുടെ വിലക്കില്ല. പക്ഷേ ഇടതുപക്ഷക്കാർ ഒന്ന് പറയുന്നുണ്ട്, മതത്തിൻ്റെ മറവിൽ മതഭ്രാന്ത് പാടില്ല. തീവ്രവാദത്തിൻ്റെ മറയാക്കി മതത്തെ മാറ്റാൻ പാടില്ല. അന്യ മതവിദ്വേഷത്തിൻ്റെ ഒരു കുടയായി മതം മാറിക്കൂടാ. മതം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ കണ്ണിയാണ്. അത് മനുഷ്യനെ എത്ര കാലം ആശ്വസിപ്പിക്കുന്നുവോ അത്രയും കാലം മതങ്ങൾക്ക് ഇവിടെ സ്ഥാനമുണ്ടാകുമെന്ന് ഉറപ്പാണ് ഇടതുപക്ഷക്കാർക്ക്. ഏതൊരാൾക്കും അതറിയാം. അപ്പോൾ ചിലർ പറയും, നിങ്ങളുടെ മാഷല്ലേ പറഞ്ഞത് മതം മനുഷ്യനെ മയക്കുന്നത് കറുപ്പാണെന്ന്? ആ വീരന്മാർ കേൾക്കുക. അത് മാത്രമല്ല മാർക്സ് പറഞ്ഞത്. മാർക്സ് പറഞ്ഞത് അത് മാത്രമല്ല. ആ വാചകം പറയും മുമ്പ് മാർക്സ് പറഞ്ഞ ഒരു 3 വാചകങ്ങളുണ്ട്. അത് ഞങ്ങൾ പറയാം. അതിങ്ങനെയാണ്: ആത്മാവ് നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ ആത്മാവാണ് മതം. ഹൃദയശൂന്യമായ സമൂഹത്തിൻ്റെ ഹൃദയമാണ് മതം. അടിച്ചമർത്തപ്പെട്ട മനുഷ്യൻ്റെ നെടുവീർപ്പാണ് മതം. ഇത് മാർക്സിൻ്റെ വാചകങ്ങളാണ്. ഇത്രയും ഉദാത്ത ഗംഭീരമായ ഭാഷയിൽ മതത്തെപ്പറ്റി പറഞ്ഞ ഒരു മതവ്യാഖ്യാതാവിനെയും എനിക്കറിയില്ല. പക്ഷേ മാർക്സ് അത് പറഞ്ഞു. എന്നിട്ട് മാർക്സ് പറഞ്ഞു, മതം വിമോചന പ്രതീതി ഉണ്ടാക്കുമെങ്കിലും യഥാർത്ഥ മോചനത്തിനായി വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. ആ അർത്ഥത്തിലാണ് മാർക്സ് പറഞ്ഞത് അത് കറുപ്പാണെന്ന്. അത് മാർക്സിൻ്റെ അഭിപ്രായമാണ്. പക്ഷേ മാർക്സോ മാർക്സിസ്റ്റുകളോ ഇടതുപക്ഷക്കാരോ ഒരിക്കലും മതത്തെ ശത്രുവായി കാണുന്നില്ല.